ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് വെച്ചാൽ വാട്സപ്പിൽ നമ്മുടെ ഹോം സ്ക്രീനിൽ എങ്ങനെ ഫോട്ടോ ഇടാം എന്നാണ്. ഇപ്പം നമ്മുടെ ഹോം സ്ക്രീനൊക്കെ ചുമ്മാ ഒരു ബ്ലാങ്കായിട്ട്, ഇപ്പോൾ ഡാർക്ക് മോഡിലാണ് ഡാർക്ക് കളർ, വൈറ്റിലാണ് വൈറ്റ് കളർ, അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലാഗായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോണിനൊരു കംപ്ലയിൻ്റ് ആയത് കൊണ്ട് ഇങ്ങനെ ഓഡിയോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ ഹെഡ്സെറ്റ് കുത്തിയിട്ടാണ്. അപ്പോൾ എത്രത്തോളം സൗണ്ടിന് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് എനിക്കറിയാമല്ല. അപ്പോൾ നിങ്ങൾ സൗണ്ട് ക്ലാരിറ്റി കുറവാണ്, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇമേജ് സെറ്റ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുൾ വാച്ച് ചെയ്യുക. ഇപ്പോൾ തന്നെ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, എൻ്റെ വാട്സപ്പിൻ്റെ ഹോം സ്ക്രീൻ ഫുൾ വൈറ്റ് കളറിലാണ്. വേറെ ഇമേജും ഇതൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇമേജ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിനൊരു ആപ്പിൻ്റെ സഹായമുണ്ട്. ഈ ആപ്പിൻ്റെ പേര് ഡിസൈനർ ടൂൾ അങ്ങനെ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ ഓപ്ഷനുണ്ട്, അവിടെ ഒരു ബട്ടൺ കാണും. അപ്പോൾ നിങ്ങളതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വരും. അതിനു മുമ്പ് നിങ്ങളിവിടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് കാണാൻ പറ്റും. ഇവിടെ എൻ്റെ ഒരു ഇപ്പോൾ ഫോട്ടോയിലെ ലാൻഡ്സ്കേപ്പ് മോഡിൽ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ട്രയൽ നോക്കിയോണ്ടാണ് അങ്ങനെ ഇപ്പോഴും ഫോട്ടോ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നിങ്ങളതൊന്ന് ഓണാക്കുക. ആ സ്വിച്ച് നേരത്തെ ഓണാക്കുക. അപ്പോൾ ഓണാക്കുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് എങ്ങനെ കൂട്ടും അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ കൂട്ടിയിട്ട് നിങ്ങൾ വാട്സപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ വാട്സപ്പിലും ഹോം സ്ക്രീനിലും ഇത് തന്നെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾ എന്നെ എടുക്കണമെന്ന് വെച്ചാൽ 3 ഡോട്ട് നിൽക്കിയിട്ട് സെറ്റിങ്സ് പോയിട്ട് നിങ്ങൾ ഡാർക്ക് മോഡിൽ ഇടുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കാൻ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. അപ്പോൾ തീമിൻ്റെ അവിടെ നിൽക്കിയിട്ട് ഒരു മിനിറ്റ്, ആ തീമിൻ്റെ അവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ടീം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അവിടത്തേക്കിട്ട് ഡാർക്കാക്കിയിട്ട് ഓക്കെ അടിക്കുക മതി. ഇപ്പോൾ കാണാൻ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളിത് ഇടുമ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൻ്റെ ഹോം സ്ക്രീൻ ഇട്ട ഫോട്ടോ തന്നെയാണെങ്കിൽ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബ്ലോക്ക് ചെയ്യാൻ വേണം, അലോ ചെയ്യാം. ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഹ്യൂമൻ വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഹ്യൂമൻ വെരിഫിക്കേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹ്യൂമൻ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിങ്ങനെ വന്നിട്ട് അവർ പറയുന്ന പോലെ തന്നെ ഫോട്ടോസ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെരിഫൈ എല്ലാം ചെയ്യുക. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. ചിലപ്പോൾ കുറേ ഇമേജ് നിങ്ങൾക്ക് വരേണ്ട വരും. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അവത്തെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കുക, അല്ല വേറൊരു പേജിലോട്ട് പോകും. അപ്പോൾ നിങ്ങളതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റില്ല ഒന്നും കൂടെ ക്ലിക്ക് ടു കണ്ടിന്യൂ ചെയ്തിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് കാണും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളിവിടെ കാണും ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് എന്നൊക്കെ പറഞ്ഞ് കാണും. അപ്പോൾ അവത്താലല്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടൈം കാണാൻ പറ്റും, 10 സെക്കൻഡ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതോടി 0 സെക്കൻഡ് ആവും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ ഞാനൊന്ന് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ അവിടെ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ ഒരു ഗെറ്റ് ലിങ്ക് എന്ന് വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 1 സെക്കൻഡ് 0 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗെറ്റ് ലിങ്ക് എന്നൊക്കെ പെട്ടെന്ന് തന്നെ ബാക്ക് അടിക്കണം, നിങ്ങളത് ശ്രദ്ധിക്കണം. അപ്പോൾ ബാക്ക് അടിക്കുമ്പോൾ നിങ്ങളുടെ ആപ്പ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. നേരെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഡിസൈനർ ടൂൾസ് എന്നാണ് പേര്. അപ്പോൾ ചുമ്മാ ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നേരെ നിങ്ങളുടെ ഫോണിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വലിയ സ്പേസ് ഒന്നും അതിന് ആവശ്യമില്ലാത്ത ഒരു ആപ്പാണ്. അപ്പോൾ ഇതേപോലെ തന്നെ കുറേ ട്രിക്സ് ഉണ്ട്. ഇതേപോലെ വാട്സപ്പിൻ്റെ പ്രൊഫൈലും ഹോം പേജ് ഇങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള. അപ്പോൾ ഇനിയും അതേപോലത്തെ ട്രിക്സ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം, എന്നാലേ എനിക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പറ്റിയാൽ എന്നോട് പറഞ്ഞാൽ മതി. കമൻറ്റ് ബോക്സിലോ അല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ വന്ന് പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം.
ഇപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ ശരിയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.